1980-83 കാലഘട്ടത്തിലാണ് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ BA ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായി മാർ ജേക്കബ് മുരുക്കൻ പഠിച്ചത്. ജേക്കബ് മുരുക്കനൊപ്പം വിദ്യാർത്ഥികളായിരുന്ന 40ഓളം പേരാണ് ദേവമാതാ കോളേജിൽ വെള്ളിയാഴ്ച സംഗമിച്ചത്. പ്രിയപ്പെട്ട സഹപാഠി പാലാരൂപതയുടെ സഹായമെത്രാനായി ഉയർത്തപ്പെട്ടപ്പോൾ ഏറെ ആനന്ദത്തോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് സഹപാഠികൾ ദേവമാതാ കോളേജിന്റെ പടികടന്ന് കുടുംബാംഗങ്ങളോടൊപ്പം എത്തിച്ചേർന്നത്. പ്രൊഫസർ എബ്രാഹിം നിതിരി കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ പ്രിൻസിപ്പളായിരിക്കെയാണ് മാർ ജേക്കബ് മുരുക്കനടക്കമുള്ള 55 വിദ്യാർത്ഥികൾ BA എക്കണോമിക്സിൽ 1980 ബാച്ചായി ചേർന്നത്. മാർ ജേക്കബ് മുരുക്കന്റെ സഹപാഠികളായിരുന്ന ജോർജ് മാണി വെള്ളായിപ്പറമ്പിൽ, റാണി ജേക്കബ് ചിറത്തറം, TR മനോഹരൻ തുമ്പയിൽ, ദേവമാതാ കോളേജിന്റെ ഇക്കണോമിക്സ് വിഭാഗം മേധാവി TT മൈക്കിൾ എന്നിവർ ചേർന്നാണ് സഹപാഠികളുടെ സംഗമത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ദേവമാതാ കോളേജിലെ പൗരസ്വീകരണത്തിന് ശേഷമാണ് സഹപാഠികളുടെ സംഗമം ക്രമീകരിച്ചത്. പരിപാടികളിൽ ദേവമാതാ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ജോർജ് ജോൺ നിതിരി, ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവി പ്രൊഫസർ BI ജോർജ്, മുൻകാല അധ്യാപകരായിരുന്ന പ്രൊഫസർ അബ്രാഹം കാലായിൽ, പ്രൊഫസർ VK ജോസഫ്, പ്രൊഫസർ NC അഗസ്റ്റിൻ, ഡോക്ടർ ബേബി തോമസ്, പ്രൊഫസർ K മാത്യു സെബാസ്റ്റ്യൻ, പ്രൊഫസർ PJ ഉളഹന്നൻ, പ്രൊഫസർ CA അഗസ്റ്റിൻ, പ്രൊഫസർ KR രാമകൃഷ്ണ പിള്ള, പ്രൊഫസർ K മായാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിനൊപ്പം സ്നേഹവിരുന്നും നടത്തിയാണ് പഴയകാല വിദ്യാർത്ഥികൾ ഓർമ്മകൾ പങ്കുവച്ച് പിരിഞ്ഞത്. ദേവമാതാ കോളേജിലെ പുൽക്കൂടിന്റെ ദേവമാതാ കോളേജിന് ക്രിസ്മസ് ആഘോഷങ്ങളിലും മാർ ജേക്കബ് മുരുക്കൻ പങ്കെടുത്തു. 55 വിദ്യാർത്ഥികളുണ്ടായിരുന്നതിൽ 35 വിദ്യാർത്ഥികളാണ് സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്നത്. മുഴുവൻ സഹപാഠികൾക്കും പുതുവർഷത്തെ ഡയറിയും ജപമാലയും സമ്മാനിച്ചാണ് മികച്ച പൂർവ്വ വിദ്യാർത്ഥിയായ മാർ ജേക്കബ് മുരുക്കൻ മടങ്ങിയത്. ഞാൻ എല്ലാവരെയും തന്നെ ഓർക്കുന്നുണ്ട്, ആരെയും മറന്നിട്ടില്ല. ഇപ്പൊ തന്നെ മുഖമൊക്കെ ഞങ്ങള് പുരുഷഗണത്തിന്റെ മാത്രമൊക്കെ മുഖച്ഛായൊക്കെ മാറിയിട്ടുള്ളതാണ് തോന്നുന്നത്. സ്ത്രീജനങ്ങൾക്ക് വലിയ പരിക്ക് പറ്റിയിട്ടില്ല. വരാണ്ട് അതുപോലെയൊക്കെ തന്നെ ഇരിക്കും. മറ്റ് ഞങ്ങള് കുറെ പേരൊക്കെ അങ്ങോട്ട് കഷണ്ടിയും നരയൊക്കെ ബാധിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന പ്രത്യേകമായിട്ട് നമ്മുടെ പ്രൊഫസേഴ്സിലെ 2 പേര് നമ്മുടെ TM മാത്യു സാറ് മരിച്ചു പോയിരുന്നു. അദ്ദേഹത്തെ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണുകയും അദ്ദേഹത്തിനടുത്ത് പോകാനൊക്കെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു. ജോസഫ് തോമസ് സാറിന് മരണം ഞാൻ അറിയാതെ അറിയും, എനിക്ക് അവിടെ സംബന്ധിക്കാനും കഴിഞ്ഞു. അപ്പൊ 2 സാറന്മാരെ പ്രത്യേകമായിട്ട് നമ്മളെല്ലാം ഓർക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിൻസിപ്പളായിരുന്ന അബ്രാം സാറിനെ 5 വർഷവും നമ്മുടെ പ്രിൻസിപ്പളായിരുന്നു. നേരത്തെ പിന്നീട് ഞാനിവിടെ അസിസ്റ്റന്റ് ആയിട്ട് വന്ന അവസരത്തിൽ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ദേവമാതാ കോളേജിൽ ഏറ്റവും നല്ല ഒരു എല്ലാ പ്രകാരത്തിലും സൽകീർത്തി നേടിയ ഒരു ഡിപ്പാർട്ട്മെന്റ്. അതിന് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് സാറിന്റെ നേതൃത്വമാണ്. ഏറ്റവും നല്ല ഐക്യവും മറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെയും ഹിന്ദി ഡിപ്പാർട്ട്മെന്റിലെയും ഇപ്പൊ രാമകൃഷ്ണ സാറും രാധാകൃഷ്ണ സാറും ഒക്കെ ഇവിടെ ഇപ്പോൾ പ്രസന്റ് ആണ്. പ്രിൻസിപ്പൾ ആയിട്ട് പിന്നീട് നമുക്ക് ശേഷം കോളേജിൽ വന്ന ബഹുമാനപ്പെട്ട ജോർജ് സാറും ഒക്കെ ഇവിടെ വരാനുള്ള കാരണവും ഈ നല്ല നേതൃത്വം. അതുപോലെ എല്ലാ അധ്യാപകരും ഒറ്റ യൂണിറ്റ് ആയിട്ട് നിന്ന് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധമൊക്കെ വളരെ ശക്തമായിരുന്നു. അത് നല്ലൊരു പാരമ്പര്യമുണ്ട് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ. അത് നമുക്കെല്ലാം വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. എനിക്ക് വലിയ സന്തോഷം ഉള്ള ഒരു അവസരമായിരുന്നു നമ്മുടെ 3 വർഷക്കാലത്തെ ഇക്കണോമിക്സ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ അവസാനം നമ്മുടെ സെന്റ് ഓഫിന് നന്ദി പറയാൻ നിന്നിട്ട് എനിക്ക് ഒരിക്കലും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നന്നായിട്ടൊന്ന് കരഞ്ഞു പോയി. എന്റെ സ്വാഭാവിക പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കാം, എങ്കിലും അതൊരു ബന്ധത്തിന്റെ ഫലമാണ്. നല്ലൊരു ബന്ധമുണ്ടായിരുന്നു അധ്യാപകരുമായിട്ടും നമ്മുടെ പരസ്പരവും. അതുകൊണ്ട് തന്നെ സെന്റ് ഓഫ് വന്നപ്പം ഒരു സ്വാഭാവികമായൊരു വിഷമം ഉണ്ടായി. ഇനി വീണ്ടും ഒരുമിച്ച് കാണാൻ പിന്നീട് ഇപ്പോഴാണല്ലോ നമ്മൾ അവിടെ ഇവിടെ എല്ലാം മിച്ചപ്പെടുന്നതിനും കണ്ടിരുന്നു. എങ്കിലും ഒരുമിച്ച് ഇങ്ങനെ എത്രയും പേരെ കാണാൻ സാധിച്ചത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എല്ലാവരും വളരെ നമ്മുടെ ബാച്ച് വളരെ നല്ലൊരു ബാച്ചായിരുന്നു. ഇവിടെ വളരെ മര്യാദയ്ക്ക് പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ആരും ഒരു കുഴപ്പക്കാരായിട്ടുണ്ടായിരുന്നില്ല. അധ്യാപകരോടും നമ്മുടെ പ്രൊഫസേഴ്സും ഒക്കെ നമ്മൾ വളരെ നല്ല ഒരു
സ്നേഹമായിട്ട് പോകും. അവർ നമ്മളെ ഒത്തിരി വളർത്തി. ചാക്കോ സാർ തന്നെയാണ് അവർക്ക് അറിയുന്നത്. പ്രസംഗിക്കാനൊക്കെ ഞാൻ ആദ്യം സാറിൻ്റെ കൂടിയാണ് ഈ ഒരു വേദിയിൽ നിൽക്കാനൊക്കെ പഠിച്ചത്. സാറൊന്ന് ഒരട്ടറി ക്ലബിന്റെ ചാർജ് വഹിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സാറന്മാരെല്ലാം ഇക്കണോമിക്സിലെ സാറന്മാരെ നമ്മളെ പഠിപ്പിച്ചവരെല്ലാം പലരും അസൗകര്യം പോലെ വരാത്തവരുണ്ട്. പിന്നെ ഇവിടെ വരാത്തവരെ പലരെയും ഞാൻ പല അവസരങ്ങളിൽ കാണുകയുണ്ടായി. ചിലരൊക്കെ ഞാൻ നേരിട്ട് വിളിക്കുകയുണ്ടായി. അതെല്ലാം ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ വലിയ കൂട്ടായ്മയ്ക്ക് നേതൃത്വം അല്ലെങ്കിൽ അതിനൊരു അവസരം സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും മാനുവൽ സാറിന്റെ നേതൃത്വത്തില് ഈ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഇവിടെ നമ്മുടെ കുറവലങ്ങാട് തന്നെയുള്ള നമ്മുടെ സഹപാഠികൾ അതിന് പ്രത്യേകം മുൻകൈയെടുക്കുകയും വിളിച്ചു കൂട്ടുകയും എല്ലാം ചെയ്തു. ഞങ്ങളുടെ എല്ലാവരുടെയും അഡ്രസ് കൂടി ഒന്ന് നമുക്ക് കിട്ടുമായിരിക്കുമല്ലേ? കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഫോൺ നമ്പർ ഉൾപ്പെടെ അത് ഇനി നമുക്കൊന്ന് കണ്ടുമുട്ടാനൊക്കെ ഒരു അവസരമാണ്. ഇപ്പോൾ അതിന്റെ ജൂബിലി വരുന്ന അവസരം തീർച്ചയായിട്ടും ഒരു അവസരം വീണ്ടും നമുക്കുണ്ടാവും. എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് കാണിച്ച സ്നേഹവും ആദരവും ഇവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. എനിക്ക് നിങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ കോളേജ്